എല്ലാ കൂട്ടുകാർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം. കോവക്ക കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇന്നത്തേത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയുള്ളൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ്, കുറച്ച് കോവക്ക, ഒരു കഷ്ണം സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയുമാണ്. ഇനി ഈ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ മാറ്റി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോവക്ക 3-4 കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒപ്പം തന്നെ കുറച്ച് ചിരകിയ തേങ്ങയും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് അരഞ്ഞു പോകരുത്. 2-3 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്ത് എടുത്താൽ മതി. കണ്ടില്ലേ, ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഒട്ടും തന്നെ അരഞ്ഞു പോയിട്ടില്ല. അധികം മൂക്കാത്ത കോവക്കയാണെങ്കിൽ അരഞ്ഞു പോകാതെ ഇതുപോലെ ക്രഷായി കിട്ടുന്നതാണ്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുകിട്ട് പൊട്ടിത്തീരാറാകുമ്പോഴേക്കും 1/4 ടീസ്പൂണ് നല്ല ജീരകം ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് ഇതൊന്ന് സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇത് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സാണ് ചേർക്കുന്നത്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഓൾറെഡി പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതനുസരിച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ലോ ഫ്ലെയിമിലിട്ട് 10 സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഉരുളക്കിഴങ്ങിന് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കാനായിട്ട് മറക്കണ്ട. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തത് കൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് വെന്ത് കിട്ടും. ഈ കഷ്ണങ്ങൾ പകുതി വേവായിട്ട് വരുന്ന സമയത്താണ് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കോവക്ക മിക്സ് ചേർക്കേണ്ടത്. ഇപ്പം കണ്ടില്ലേ, ഇത് പകുതി മുക്കാലോളം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കോവക്ക ചേർത്ത് കൊടുക്കുക. ഇനി ഈ കോവയ്ക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഇതെല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നല്ല ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും കഴിക്കാനായിട്ട് അടിപൊളിയാണ്. നമ്മൾ ഉരുളക്കിഴങ്ങ് കൂടി ചേർത്തിരിക്കുന്നത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഒന്നുമില്ല. നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. വീണ്ടും നല്ല റെസിപ്പിയായിട്ട് കാണാം.